ഹലോ, ഇന്ന് നമ്മൾ ശനിയാഴ്ച വന്ന ലുലു വരെ പോയ വീടാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. എടപ്പള്ളിയിലൊക്കെ എൻ്റെ അമ്മയെ നമുക്ക് വീട്ടിലെ കുറച്ച് സാധനമൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ എന്താ ലുലു പോകുന്ന പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ആമി എന്തോ പാട്ടാട്ടോ പാടുന്നത്, ഏത് പാട്ടാന്നൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു വിധത്തിൽ കുറേ നേരം ബ്ലോക്ക് കിടന്നിട്ട് ലുലുവിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ മറ്റേ പട മേടിച്ച് പന്തളത്തി എന്നൊന്നും പറയില്ല ആ അവസ്ഥ. അതിൻ്റെ അകത്താണെങ്കിൽ അതിനേക്കാളും വലിയ ബ്ലോക്ക്. എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത്താനോട് ആവെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോകണ്ടെന്നും. ശനിയാഴ്ച വൈകുന്നേരം അതും പോരാണ്ട് ദീപാവലിയുടെ സമയവും. അപ്പോൾ അതേ ഒരു വിധത്തിൽ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോയി നേരെ എസ്കലേറ്റർ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഇതിൻ്റെ അകത്തുണ്ട്, അത്തുകൂട്ട് തിരക്കും. പിന്നെ ഒരു വിധത്തിൽ നമ്മളിതേ ഒരു വണ്ടിയൊക്കെ എടുത്ത് ആമിനെ അതിനകത്ത് ഇരുത്തിയിട്ട് അകത്തേക്ക് പോകണം കേട്ടോ. ഓടിച്ചെന്നിരിക്കുന്നുണ്ട്, എത്ര നേരം ഇരിക്കും ദൈവത്തിന് മാത്രം അറിയാട്ടോ. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പാട്. ഇവളിങ്ങനെ ഓടിയെടുക്കുക. അപ്പോൾ ഈ തിരക്കിൽ നമുക്ക് പേടിയാവുമല്ലോ, കണ്ണ് തെപ്പിയത് കാണാൻ പോകുമല്ലോ. അപ്പോൾ ഇതേ അവളവിടെ ഇരുത്തി ആമി പിന്നെ കുറച്ച് ഫേസ് വാഷൊക്കെ എടുക്കണ്ട. അപ്പം തന്നെ അത്തന്നെ മനസ്സിലായി സമയം എടുക്കും. അതുകൊണ്ട് അത്തന്നെ അവിടെ ഇതിന് വെയിറ്റ് ചെയ്ത് മാറി നിന്നിട്ടോ. പിന്നെ ആമിക്കുട്ടി കുറച്ച് സോപ്പ് ലോഷനൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ നോക്കി മേടിച്ച് പിന്നെ ഈ ഒരു ആട്ടം നമ്മൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയ. അപ്പോൾ അതെടുത്ത് പിന്നെ ഇത്തന്നെ കുറച്ച് മീനൊക്കെ വാങ്ങാനുണ്ടായ. ആമിക്ക് വേണ്ടിയിട്ട് മീനൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ ഒരാൾ ഇതേ ഇവിടെ ജ്യൂസൊക്കെ പൊട്ടിച്ച് കുടിച്ചു തുടങ്ങി ഗൈസ്. അപ്പോൾ അവൾ കുടിച്ചപ്പോൾ എനിക്ക് കൊതിയ നല്ല അവക്കാടോ ജ്യൂസായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ തന്നെ കുടിക്കാൻ സമ്മതിച്ചില്ല. അതിന് അവൾ തട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ അതേ ആമക്കുഴിക്ക് വേണ്ടി നമ്മൾ ഈ മീനായിട്ട് മേടിച്ചു ഓലക്കൊടി. ആ മീൻ മേടിച്ച് അപ്പളേ നല്ല അടിപൊളി കുഞ്ഞമത്തി പിന്നെ വിടാൻ പറ്റുമോ ഗൈസ്. അപ്പോൾ അതും മേടിച്ചു. അപ്പോൾ അതെല്ലാം മേടിച്ച് നേരെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം മേടിച്ചു. അപ്പോൾ അതേ നല്ല സ്വീറ്റ്സ്, അപ്പോൾ സ്വീറ്റ്സും കുറച്ച് മേടിച്ച് അലുവയൊക്കെ മേടിച്ചിട്ടോ. അപ്പോൾ ഇതേ സ്വീറ്റ്സിന് വേണ്ടി മാത്രം നമുക്ക് കേട്ടതും കേൾക്കാത്തതായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിട്ടോ. ദിവാലിയാണല്ലോ. പിന്നെ ഇതേ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി നിന്ന് ബില്ലടിച്ച് നേരെ മുകളിലേക്ക് പോയിട്ട് ഫണ്ടൂറിലേക്ക് പോയിട്ട് ആമക്കുട്ടീനെ കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. ഓരോ റൈഡിലൊക്കെ കയറ്റി ഇതേ ഒന്ന് മാറി നടപ്പുണ്ട്. ഏതിലാ കയറേണ്ടത് നോക്കി കിടക്കാണ് കേട്ടോ ആമി. അപ്പോൾ ഇതേ നമ്മൾ ഇതിൻ്റെയൊക്കെ പേരെന്താണോ എന്തോ അതിലൊക്കെ ഒന്ന് കയറ്റി. അപ്പോൾ ഇതേ ഇത്തപ്പോൾ ഇറങ്ങി ഓടാൻ തുടങ്ങാണ് കേട്ടോ ആമി. അവൾക്ക് എല്ലാം ഇങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ഇങ്ങനെ ഇത് റൈഡ് ഓടിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ എല്ലാം കണ്ടിട്ട് ഇറങ്ങുക അത്ര ഉള്ളൂ കേട്ടോ. മുകളിൽ നിൽക്കുമ്പോൾ താഴെ ദീപാവലി എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയും ടാറ്റ ബൈ, സീ യു.